വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ 43 വചനങ്ങളുണ്ട്. ന്യായാധിപനും വിധവയും ഫരിസേയരും ചുങ്കക്കാരനും ശിശുക്കളെ ആശീർവദിക്കുന്നു. ധനികനായ മനുഷ്യൻ പീഡാനുഭവോത്ഥാനവും 3-ാം പ്രവചനം അന്ധന് കാഴ്ച നൽകുന്നു എന്നിങ്ങനെ കാണുവാൻ സാധിക്കും. ന്യായാധിപൻ്റെയും വിധവയുടെയും ഉപമയിലൂടെ ഭഗ്നനാശരാകാതെ എപ്പോഴും നിരന്തരം പ്രാർത്ഥിക്കണമെന്ന് യേശു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. നീതിരഹിതനായ ന്യായാധിപൻ്റെ അടുക്കൽ വന്ന് വിധവയായ സ്ത്രീ ശല്യം ചെയ്യപ്പെടുമ്പോൾ ന്യായാധിപൻ പറയുന്നു, അവൾ കൂടെ ശല്യപ്പെടുത്തുന്നതുകൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തിക്കൊടുക്കും. 7-ാം വചനത്തിൽ കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ? അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ? തൻ്റെ പുത്രനെ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി ഭൂമിയിലേക്ക് അയച്ച കാരുണ്യവാനായ ദൈവം തീർച്ചയായും ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരായ നമ്മുടെയും പ്രാർത്ഥനകൾ ഒരിക്കലും കേൾക്കാതെ ഇരിക്കുകയില്ല. അന്ധനായ യാചകൻ യേശു കടന്നുപോയപ്പോൾ വിളിച്ചു പറഞ്ഞതുപോലെ ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ എന്ന് ഉച്ചത്തിൽ വിശ്വാസത്തോടെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നമുക്കാവശ്യമായ പ്രാർത്ഥനകളും യാചനകളും യേശുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാം. ആമേൻ.